ഹായ് ഗായ്സ്, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിസിക്സിലെ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? പിക്ക് ഔട്ട് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് യൂണിറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ്സ് അല്ലെ, ABCD എന്നുള്ള യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. നമുക്ക് 10 റൂള് പഠിക്കാനുണ്ട് അല്ലെ, ഈ ചാപ്റ്ററിൽ 10 റൂള് പഠിക്കാനുണ്ട്. ഈ 10 റൂളും ബ്രേക്ക് ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. അപ്പൊ എന്താണ് ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ എന്താ? 37.65 മീറ്റർ. എന്താണ് 37.65 മീറ്റർ? ഇതില് വല്ല റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയേ? ഇല്ല അല്ലെ, ഒരു റൂളും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒന്നാമത്തത് കറക്റ്റ് ആണ്, ഒരു റൂളും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി ബി നോക്കാം. 37 മീറ്റർ 65 സെന്റിമീറ്റർ. അതിൽ വല്ല റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഒരെണ്ണത്തിൽ തന്നെ 2 യൂണിറ്റ് വന്ന്, മീറ്ററും വന്ന് സെന്റിമീറ്ററും വന്ന്. അത് നമ്മുടെ റൂൾസിനെതിരല്ലേ? അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ബി ക്വസ്റ്റ്യൻ എന്താ? തെറ്റാണ്. ഇനി മൂന്നാമത്തത് 10 പാസ്കൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റൽ ലെറ്റർ വരാൻ പാടില്ല. യൂണിറ്റ് ചെയ്തും എന്ത് വരാൻ പാടില്ല? ക്യാപിറ്റൽ ലെറ്റർ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ വന്നല്ലേ. പാസ്കൽ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പേരാണ്. പാസ്കൽ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? നമ്മൾ സ്മോൾ ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ശരിയല്ലേ? പാസ്കൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. വേറെ റൂൾസ് ഒന്നും അവിടെ വയലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് ശരിയാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. 20 കിലോഗ്രാം. കിലോഗ്രാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടുത്തെ ലെറ്റർ എന്താ? ക്യാപിറ്റൽ ആണ്. അവിടുത്തെ ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇല്ലേ, ക്യാപിറ്റൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ റൂൾസ് ബ്രേക്ക് ചെയ്തില്ലേ, സ്മോൾ ലെറ്റർ തന്നെ എഴുതണം. അപ്പൊ അതെന്താണ്? തെറ്റാണ് ട്ടാ. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് റെപ്രസെന്റേഷൻ ഏതാണ്? എയും സി ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യാത്ത ആളാരാ? ഓക്കെ, ആ ഗ്രൂപ്പിൽ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന ആരാന്ന് ചോദിച്ചേക്കണേ. കിലോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇവരൊക്കെ ആരാ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ. കിലോമീറ്ററും മില്ലിമീറ്ററും സെന്റിമീറ്ററും ഇവരൊക്കെ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ കിലോഗ്രാം എന്തിന്റെ യൂണിറ്റാ? കിലോഗ്രാം എന്തിന്റെ യൂണിറ്റ് ആണ്? മാസിന്റെ യൂണിറ്റ് ആണ്. കിലോഗ്രാം എന്തിന്റെ യൂണിറ്റ് ആണ്? മാസിന്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞത് കിലോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ ഒക്കെ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ആരാ? കിലോഗ്രാം ആണ്. വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ആരാണ്? കിലോഗ്രാം ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് ആൻസർ. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഈസ് എക്സ്പ്രസ്ഡ്? പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ തിക്നെസ് ഏത് യൂണിറ്റ് ആണ് എക്സ്പ്രസ് ചെയ്തേക്കണേന്ന്? ഏത് യൂണിറ്റിലാ? നമുക്കറിയാം അല്ലെ, പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. തിക്നെസ് വളരെ ചെറുതാണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ തിക്നെസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? മൈക്രോമീറ്റർ ആണ്. എന്താണ്? മൈക്രോമീറ്റർ. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? മൈക്രോമീറ്റർ ആണ് ട്ടാ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി കിലോമീറ്റർ മേക്ക് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? എത്ര കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? നമുക്ക് അറിയാലേ, 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരാഴ്ച കൂടി പറഞ്ഞുതരാം. 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 15 കോടി കിലോമീറ്റർ അല്ലേ. 15 കോടി കിലോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് മീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത്? വാട്ട് ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്? എന്താണ് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്? എന്താണ് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്. ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂണിറ്റ്സ് വിച്ച് ആർ ഡിപ്പെൻഡന്റ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഈസ് കോൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടൈം? ടൈമിന്റെ SI യൂണിറ്റ് എന്താ? ടൈമിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് അല്ലെ. എന്താണ്?
സെക്കൻഡ് ആണ്. ടൈമിന്റെ എസ് യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു എ സോളാർ ഡേ? സെക്കൻഡ് എങ്ങനെയാണ് സോളാർ ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എന്താ, ഒരു സെക്കൻഡ് അല്ലെ, ഒരു സോളാർ ഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സോളാർ ഡേ എന്ന് പറഞ്ഞാൽ 86,400 സെക്കൻഡ് ആണ്. ഒരു സോളാർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? 86,400 സെക്കൻഡ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ റിലേഷൻ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് വൺ. ഫസ്റ്റ് വേർഡ് പെയറുടെ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് രണ്ടാമത്തത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഫസ്റ്റ് വേർഡ് പെയറുടെ റിലേഷൻ എന്താ നോക്കാം നമുക്ക്. വോളിയം ഈസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ ക്യൂബ്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത് എന്തായിരിക്കും? ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ഏതായിരിക്കും? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിന്റെ SI യൂണിറ്റ് എന്താ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം. വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്. നേരത്തെ പറഞ്ഞു വോളിയത്തിന്റെ മീറ്റർ ക്യൂബ് ആണ്. അപ്പോ ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താ വരാ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് വരാ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. അല്ലെ, സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സുകൾ തമ്മിലുള്ള ദൂരം അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കണ യൂണിറ്റ് എന്താ? അത് എന്താന്ന് ചോദിച്ചിരിക്കണം. നമുക്ക് ഇവിടെ കുറച്ച് യൂണിറ്റ്സ് തന്നിട്ട് അതിൽ ഏതാണ് നമ്മ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യണെന്ന്, പ്ലാനറ്റ്സുകൾ തമ്മിലുള്ള ദൂരം അളക്കാനായിട്ട് ഉപയോഗിക്കണ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിരിക്കണേ. ഏതാണ്? പ്ലാനറ്റ്സുകൾ തമ്മിലുള്ള ദൂരം വളരെ വലുതാണ് അല്ലെ, അപ്പൊ അത് അളക്കാനായിട്ടുള്ള യൂണിറ്റും വളരെ വലുതായിരിക്കും. ഇവിടെ ഏറ്റവും വലിയ യൂണിറ്റ് എന്താ? ഇവിടെ ഏറ്റവും വലിയ യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വെച്ചാണ് പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ അളക്കണം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വല്ല ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ബൈ.